വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് നേരത്തെ തന്നെ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. ബി.ഡി.ജെ.എസിൽ നിന്ന് ഈ സീറ്റ് ബി.ജെ.പി ഏറ്റെടുക്കുമെന്നും ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. ഈ സീറ്റിൽ സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കണം എന്നാണ് ബി.ജെ.പി നേതാക്കളുടെ ആവശ്യം. പ്രാദേശിക നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയാൽ പോരാ എന്നും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന ആരെങ്കിലും വേണമെന്ന അഭിപ്രായത്തിലാണ് സുരേഷ് ഗോപിയുടെ പേര് ഉയർന്നു വന്നത്. എന്നാൽ വയനാട്ടിൽ നറുക്കു വീണിരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിക്കാണ്. അന്തിമ തീരുമാനത്തിനായി തുഷാർ വെള്ളാപ്പള്ളി അടുത്തു തന്നെ മാധ്യമങ്ങളെ കാണും. രാഹുൽ മത്സരിക്കാനെത്തിയാൽ ബി.ജെ.പി ദേശീയ നേതാവ് തന്നെ വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോഴും രാഹുലിന്റെ തീരുമാനം അനുസരിച്ച് ഇക്കാര്യത്തിൽ ഭേദഗതി ഉണ്ടാകുമെന്ന് എൻ.ഡി.എ നേതൃത്വം അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തുഷാറിന്റെ വാർത്താ സമ്മേളനം ബി.ജെ.പിക്കുള്ളിൽ കടുത്ത എതിർപ്പുണ്ടാക്കുമെന്നാണ് സൂചന. രാഹുൽ ദേശീയ നേതാവായതിനാൽ അദ്ദേഹത്തിനെതിരെ കടുത്ത പോരാട്ടം നടത്തിയാൽ ബി.ജെ.പി എവിടെയും ശക്തമാണെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കാൻ സാധിക്കും. വയനാട്ടിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം കുറക്കാൻ സാധിച്ചാൽ ദേശീയ തലത്തിൽ അത് ബി.ജെ.പിക്ക് ഗുണകരമാകും. പക്ഷേ എൻ.ഡി.എ കക്ഷിയാണ് മത്സരിക്കുന്നതെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ബി.ജെ.പിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഈ സീറ്റിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്നാണ് നേതാക്കളുടെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.